ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഡയറക്റ്റഡ് ബൈ ഡൊമിനിക് അരുൺ ആൻഡ് ഇതിൽ പ്രധാന കഥാപാത്രത്തിലെത്തിയിരിക്കുന്നത് നസ്ലിൻ, അതേപോലെ കല്യാണി പ്രിയദർശൻ, പിന്നീട് കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഞാനിതിൽ യാതൊരുവിധ സ്പോയിലേഴ്സോ കാര്യങ്ങളോ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ആൻഡ് അടുത്തൊരു കാര്യം പറയാനുള്ളത്, എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് സ്പോയിലേഴ്സ് ഇടാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു മികച്ച തിയേറ്റർ അനുഭവം കിട്ടാൻ വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. നല്ല ഡോൾബി അറ്റ്മോസോട് കൂടിയ 4K പ്രൊജക്ഷൻസ് ഉള്ള തിയേറ്റർ മാക്സിമം പ്രിഫർ ചെയ്യുക. നല്ല ആസ്പെക്ട് റേഷ്യോ കൂടിയ സ്ക്രീനുകൾ മാക്സിമം പ്രിഫർ ചെയ്യുക. നല്ല ബുക്കിങ്ങും കാര്യങ്ങളും ഉണ്ട്. ആൻഡ് വിത്ത് ദാറ്റ് റിവ്യൂയിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ഡൊമിനിക് അരുണിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു നമ്മൾ പണ്ട് കുട്ടിക്കാലങ്ങൾ തൊട്ടേ കേട്ടുവരുന്ന അല്ലെങ്കിൽ കണ്ടുവരുന്ന കുറച്ച് ഫോക്ലോർ റിലേറ്റഡ് അല്ലെങ്കിൽ നാടോടി കഥകൾ, അല്ലെങ്കിൽ അതിൽ കുറേ കഥാപാത്രങ്ങൾ, നമ്മൾ മുത്തശ്ശി കഥകളിലൊക്കെ കേട്ടിട്ടുള്ള കുറേ കഥാപാത്രങ്ങളെ വേറൊരു തലത്തിലേക്ക് എത്തിച്ച് നമ്മുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുകയാണ്. വലിയ വേൾഡാണ്. ഞാൻ എവിടേക്കോ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് വായിച്ചു ഇത് 6 പാർട്ട് വരുന്നുണ്ടെന്ന്. ഇത് 6 അല്ല, ഇതൊരു 10-20 പാർട്ട് ചെയ്താലും തീരാൻ പറ്റാത്ത അത്രയും വലിയൊരു സ്കെയിലാണ് ഈ സിനിമയ്ക്കുള്ളത്. അതായത് ഒരു വലിയ യൂണിവേഴ്സാണ് ഇവർ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ എല്ലാവരും എപ്പോഴും പറയും LCU, ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നൊക്കെ പറയും. നമ്മുടെ മലയാളത്തിന്, നമ്മുടെ മോളിവുഡിനും ഉണ്ട് ഒരു കിടിലൻ യൂണിവേഴ്സ് എന്നുള്ളത് ഈ ഒരു ഒറ്റ സിനിമ കൊണ്ട് ഈ ഡൊമിനിക് അരുൺ കാണിച്ചു തന്നിരിക്കുകയാണ്. അത്രയ്ക്കും ഒരു വൈഡ് ക്യാൻവാസിൽ, അതായത് നിങ്ങൾ ആലോചിക്കണം, ഒരു 30 കോടിയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് എന്നാണ് ഞാൻ വായിച്ചത്. ആ 30 കോടിക്ക് അവർ എടുത്തു വെച്ചേക്കുന്ന സംഭവം ഉണ്ടല്ലോ. ഇവിടെ 600-700 കോടിക്ക് ആദിപുരുഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ സിനിമകൾ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ബോളിവുഡിൽ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ജമ്മാണ്, ട്രൂലി ജമ്മാണ്. നമ്മുടെ ഇൻഡസ്ട്രിയെ ശരിക്കും ഇൻ്റർനാഷണൽ ലെവലിൽ എത്തിക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഈ സിനിമയിൽ അവർ ചെയ്തു വെച്ചേക്കുന്നത്. അതായത് ടോപ്പ് നോച്ച് വിഷ്വൽസ്, അല്ലെങ്കിൽ ടോപ്പ് നോച്ച് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. ഇതിൻ്റെ ടെക്നിക്കൽ ടീമിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതായത് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ BGM കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് ജേക്സ് ബിജോയ്. പക്ക ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റാൻഡേർഡ്. ഇതിൻ്റെ അകത്ത് കുറച്ച് സീനുകളുണ്ട്, അതിൻ്റെ അകത്ത് പുള്ളി എലിവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മ്യൂസിക് വെച്ച്, ഒന്നും പറയാനില്ല. ആൻഡ് എഡിറ്റിംഗ് ചമൻ ചാക്കോ, അദ്ദേഹത്തെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ആൻഡ് ഈ സിനിമയുടെ ഒരു എന്താ പറയുക, കോർ എന്ന് പറയുന്നത് ഇതിൻ്റെ എഡിറ്റിംഗ്, ഇതിൻ്റെ കുറച്ച് ട്രാൻസിഷൻ സീൻസ് ഒക്കെ ഉണ്ട്. ഭയങ്കരം ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രില്യൻ്റ്. അടുത്തത് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫി ചെയ്തേക്കുന്ന നിമിഷാണ്. നിമിഷൊക്കെ ഭയങ്കര ടാലൻറ്റഡ് ആണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയ ടീം ആൻഡ് ഡൊമിനിക് അരുൺ, ഓഫ് കോഴ്സ് അയാളുടെ ഒരു വിഷനാണല്ലോ ഈ സിനിമ. അപ്പോൾ പുള്ളി എത്രത്തോളം കണ്ടു, അല്ലെങ്കിൽ മനസ്സിൽ കണ്ടു, ആ സാധനം ഇവിടെ പകർത്തി വെച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ്, നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അത് ഞാൻ പറഞ്ഞല്ലോ, പഴയ ഫോക്ലോർ അല്ലെങ്കിൽ നാടോടി കഥകളിലൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ആ ക്യാരക്ടേഴ്സിനെ നമുക്കറിയാവുന്ന ഒരു കഥയുണ്ട്. നമ്മളെടുത്ത് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞതും അല്ലെങ്കിൽ നമ്മൾ വായിച്ചു വന്ന കഥകളെ ഈ ഒരു ന്യൂ ജനറേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ജനറേഷനിലെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഈ സിനിമ പോകുന്നത്. അല്ലാതെ ഒരു ട്രഡീഷണൽ പണ്ട് കണ്ടുവന്നിരിക്കുന്ന രീതിക്കല്ല ഇത് എടുത്തേക്കുന്നത്. അതാണ് ഈ സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, സ്പോയിലേഴ്സ് ഞാൻ തീരെ പറയുന്നില്ല, പക്ഷേ ഇതിൻ്റെ അകത്ത് കുറച്ച് ക്യാമിയോ അപ്പിയറൻസുകളുണ്ട്. ഒന്നും പറയാനില്ല. അതൊക്കെ പക്ക എന്താ പറയുക, സസ്പെൻസ് ആണ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വരുമ്പോൾ ഇത് ഭയങ്കര വലിയൊരു സംഭവമാണ്. ഇതിൻ്റെ ബാക്കിൽ ഇനി അങ്ങോട്ട് വരുന്ന പാർട്ടുകളിലൊക്കെ ഭയങ്കര സംഭവങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ളൊരു, എന്തോ വലുത് വരാനിരിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ എന്തോ വലുതൊക്കെ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഈ ഒരു രീതിക്കാണ് എടുക്കുന്നതെങ്കിൽ സീരിയസ്ലി ദിസ് ഈസ് ഗോണ ബി എ എന്താ പറയുക, ഭയങ്കര മോളിവുഡിനെ വേറെ ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു സാധനമായിരിക്കും. ഇങ്ങനത്തെ ഒരു സിനിമ ഞാൻ മലയാളത്തിൽ റീസെൻ്റ്ലി അല്ലെങ്കിൽ ഇപ്പോഴൊന്നും ഞാൻ കണ്ടിട്ടില്ല. മിന്നൽ മുരളി ഒരു ഇതേ കണക്ക് ഒരു സൂപ്പർ ഹീറോ ബേസ്ഡ് സിനിമയായിരുന്നു. പക്ഷേ അതൊക്കെ ഭയങ്കര മേളിലാണ് ഈ സിനിമയുടെ ഒരു ക്യാൻവാസ്, അല്ലെങ്കിൽ ഇതിൻ്റെ VFX ആയിക്കോട്ടെ, ഇതിൻ്റെ വിഷ്വൽ സൈഡ് ആയിക്കോട്ടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ആൻഡ് മ്യൂസിക് ആൾസോ രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇനി എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ പെർഫോമൻസുകളാണ്. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് പോസിറ്റീവ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കല്യാണി പ്രിയദർശനാണ്. പുള്ളിക്കാരി എന്ന് വെച്ചാൽ അധികം ഇമോഷൻസോ അല്ലെങ്കിൽ എന്താ പറയുക കുറേ ഡയലോഗോ കാര്യങ്ങളോ അല്ല. പുള്ളിക്കാരി ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്നുണ്ട്, ഒരു ആറ്റിറ്റ്യൂഡ്. അതേപോലെ ഒരു എന്താ പറയുക, രൂക്ഷമായ അല്ലെങ്കിൽ ഭയങ്കര തീവ്രമായ കണ്ണുകൾ കൊണ്ട് എക്സ്പ്രഷൻസ് ഇടുന്നുണ്ട്, തീവ്രമായ നോട്ടം, ലുക്ക് കൊടുക്കുന്നുണ്ട്. ഡയലോഗുകളല്ല, പക്ഷേ ആ ഒരു നോട്ടത്തിൽ അല്ലെങ്കിൽ അതിൽ നമുക്ക് മനസ്സിലാവും ആരാണ് പുള്ളിക്കാരി, എത്ര ലെവലിലാണ് പുള്ളിക്കാരുടെ ക്യാരക്ടർ എന്ന്. അത് എത്രത്തോളം നല്ല രീതിയിൽ കല്യാണി ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു മലയാള ഇൻഡസ്ട്രിയിൽ വേറെ ആർക്കും ഈ ഒരു റോള് പുള്ളി ചെയ്യാൻ ഇപ്പം ഫീമെയിൽ ആക്ട്രസിൽ വേറെ ആരും ഇല്ല. റൈറ്റ് ചോയ്സ് ആയിരുന്നു. ആൻഡ് നസ്ലിനിലേക്ക് വരുമ്പോൾ നസ്ലിന് ചെയ്യാൻ പറ്റുന്ന, തൻ്റെ സ്പേസിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. നത്തിങ് ന്യൂ. പുള്ളി ചെയ്തു വരുന്ന രീതിക്കുള്ള സാധനമാണ്. അതിൻ്റെ അകത്ത് കുറച്ച് ഈ പറഞ്ഞ കണക്ക് കോമഡീസ്, നമുക്കൊരു പേടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്ക് പോകുമ്പോൾ കോമഡി കൊണ്ട് ബാലൻസ് ചെയ്യുന്നതിൽ അവർ ഒരു ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് വരെ വിജയിച്ചിട്ടുണ്ട്. നസ്ലിനാണ് അത്, ആ റോളിൽ നസ്ലിന് ടൈലർ മെയ്ഡ് ആയിരുന്നു.
പിന്നെ പിന്നെ നമ്മുടെ സലീംകുമാറിൻ്റെ ചന്തു സലീംകുമാർ കൊള്ളായിരുന്നു. അതായത് പുള്ളിയുടെ ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു എന്ന് പറയാം. അങ്ങനെ വന്നും പോയവരൊക്കെ നല്ല രീതിയിൽ, വിജയരാഘവൻ സാർ, ആ പുള്ളിയൊക്കെ മിനിമം ഗ്യാരണ്ടി ഉള്ള ആക്ടേഴ്സാണ്, കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറേ പേര് ഇതിൽ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സീനിൽ കുറേ ആൾക്കാർ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് JX ബിജോയ് ഒരു മ്യൂസിക് ഇട്ട് എൻ്റെ പൊന്നെ, ഓഫ്, ലിറ്ററലി എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഡോൾബി അറ്റ്മോസുള്ള തിയേറ്ററിൽ തന്നെയാണ് ഇത് കണ്ടത്. എനിക്കൊന്നും കൂടി ഈ സിനിമ കാണണം. കാരണം കുറേ കാര്യങ്ങൾ, ഡീറ്റെയിലിങ്സ് ഇനിയും നോക്കാനുണ്ട്. നമുക്ക് ഒരുവിധ സിനിമ ഇറങ്ങി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് സ്പോയിലേഴ്സൊക്കെ റിവീൽ ചെയ്യാൻ പറ്റുന്ന സമയത്ത് ആ ഒരു കാര്യങ്ങളെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഡെഫിനറ്റായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാനുണ്ട്. ഇപ്പം ഞാൻ പറയാത്തത് ആ ഒരു സ്പോയിലേഴ്സ് നശിപ്പിക്കേണ്ട എന്നുള്ള ഒരു രീതിയിൽ മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ ഇതിൽ വിട്ടുപോയെന്ന് വെച്ചാൽ, പെർഫോമൻസ് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഈ കല്യാണിയുടെ ക്യാരക്ടറുണ്ട്. കല്യാണിയാണ് ഇതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ, ആസ് യു നോ, ചന്ദ്ര. സോ കല്യാണിയുടെ ചെറുപ്പകാലം കാണിക്കുന്നുണ്ട്, അതായത് പാസ്റ്റ് കാണിക്കുന്നുണ്ട്, കുറച്ച് പഴയ കാലം. അപ്പോൾ ആ സമയത്ത് ആ ചെറിയ ക്യാരക്ടർ, കല്യാണിയുടെ ചൈൽഡ് ക്യാരക്ടർ ചെയ്തേക്കുന്ന ഒരു കുട്ടിയുണ്ട്. പേരെനിക്കറിയത്തില്ല, ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. പക്ഷേ ആ ജൂനിയർ ആർട്ടിസ്റ്റ്, ആ കുട്ടി അടിപൊളിയായിരുന്നു. ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര എനർജി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ക്യാരക്ടറാണ് കല്യാണിയിലേക്ക് വരുന്നത്. അപ്പോൾ കല്യാണി ആ സ്വാഗും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത്, കല്യാണിയുടെ ആക്ഷൻ സീക്വൻസസും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് പുള്ളിക്കാരുടെ ആക്ഷൻ ലാസ്റ്റ് ഞാൻ മറ്റേ നമ്മുടെ ആൻ്റണി എന്ന് പറയുന്ന ജോജുവിൻ്റെ ഒരു സിനിമയിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാർ നല്ല ഫ്ലെക്സിബിളായിട്ട് നല്ല രീതിയിൽ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്നും കുറച്ചും കൂടി എക്സ്ട്രാ ഓർഡിനറി ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി എക്സ്ട്രാ എഫേർട്സ് ഇട്ടിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരാളെ എടുത്തു പറഞ്ഞില്ലെങ്കിൽ ഇത് ഇൻകംപ്ലീറ്റ് ആണ്. അതായത് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ദുൽഖർ സൽമാൻ. ആക്ച്വലി പുള്ളി എടുത്ത ആ ഒരു ധൈര്യത്തെ ഞാൻ അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഇങ്ങനൊരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയ ക്യാൻവാസിലൊരു സിനിമ എടുക്കുന്നു. ഇവൻ 30 കോടിയാണ് ബഡ്ജറ്റ് എങ്കിൽ പോലും അദ്ദേഹം കാണിച്ച ഒരു ധൈര്യം ഒന്നിൻ്റെ പുറത്താണ് ഈ സിനിമ ഇന്ന് വന്നേക്കുന്നത്. ആൻഡ് ഡയറക്ടർ, ഓഫ് കോഴ്സ്, ഡയറക്ടറിൻ്റെ വിഷൻ അല്ലെങ്കിൽ ഡ്രീം അത് സക്സസ്ഫുൾ ആയിട്ട് പുള്ളിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ ഈ ഒരു പ്രൊഡ്യൂസർ ഓക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയതും. അപ്പോൾ അതുകൊണ്ട് ദുൽഖർ സൽമാൻ വന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ യൂണിവേഴ്സിലേക്ക് കുറേ ആൾക്കാരെ ആഡ് ചെയ്യാനും നമുക്കിത് വലുതായിട്ട് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ പറ്റും. പാൻ ഇന്ത്യൻ ആയാലും ഉള്ള ആക്ടേഴ്സിൻ്റെ കേസ് പറയുകയാണ്. കാരണം ദുൽഖർ ഈസ് എ പാൻ ഇന്ത്യൻ ആക്ടർ ആൻഡ് ഹി ഹാസ് ഗോട്ട് വെരി ഗുഡ് കണക്ഷൻസ്. അപ്പോൾ അതുകൊണ്ട് അവരെ കൊണ്ടുവന്ന് ഈ സിനിമ വലിയ സ്കെയിലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു പോസിറ്റീവും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഇംഗ്ലീഷ് ഡയലോഗ്സ് ഒക്കെ വരുമ്പോൾ ഇതിൻ്റെ സബ് ടൈറ്റിൽസ്, അല്ലെങ്കിൽ വേറെ ലാംഗ്വേജ് പോലെ വരുമ്പോൾ ഇതിൻ്റെ സബ് ടൈറ്റിൽസ് അതിൽ മലയാളത്തിൽ എഴുതി കാണിക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ആൻഡ് അത് വലിയ റീസെൻ്റ് എഡിറ്റിങ്ങിനെയൊക്കെ പോലെ തന്നെ വലിയ ഫോണ്ടിൽ കണക്ക് ഓരോ കളേഴ്സൊക്കെ കൊടുത്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നല്ലതാണ്. ഒരുവിധം ഇംഗ്ലീഷ് അറിയാത്തവർക്കും സബ് ടൈറ്റിൽസ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരാളെ ഞാൻ വിട്ടുപോയി, നമ്മുടെ പുള്ളിയുടെ പേര് എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. പക്ഷേ നമ്മുടെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും, ലിയോ സിനിമയിലെ ചോക്ലേറ്റ് കോഫി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹോട്ടലിൽ, ആ ഒരു കഫേയിൽ വന്ന് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ടാക്കുന്ന ഒരു പുള്ളിയിൽ, ആ പുള്ളി ഒരു പോലീസ് ഓഫീസറായിട്ട് വരുന്നുണ്ട്. എൻ്റെ പൊന്നെ, എന്നാ സ്വാഗ്, എന്നാ ആറ്റിറ്റ്യൂഡ്, ആ ടൈലർ മെയ്ഡ്. അതാണ് ഞാൻ പറഞ്ഞത്, ഡയറക്ടർ ഡിസേർവ്സ് എ ഗ്രേറ്റ് റൗണ്ട് ഓഫ് അപ്ലോസ്. കാരണം ഇങ്ങനത്തെ ഒരു ടൈലർ മെയ്ഡ് ക്യാരക്ടേഴ്സ് ഷൂട്ട് ചെയ്ത് കൊടുക്കുക, അതേപോലെ യൂണിവേഴ്സിലേക്ക് കുറേ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇനിയും കുറേ പേര് വരാനുണ്ട്, സെക്കൻഡ് പാർട്ട് വരാനുണ്ട്, ഈഗർലി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പോൾ അത് ഭയങ്കര വർക്കാണ്, കുറേ നാളത്തെ എഫേർട്ടാണ്. എനിക്ക് തോന്നുന്നു 1 വർഷത്തിൽ കൂടുതൽ എന്തോ ആയിട്ടുണ്ട് ഇതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രോഗ്രസ് ചെയ്യുന്നത്. അതിൻ്റെ എഫേർട്ട് കാണാനുണ്ട്. പ്ലസ് ദീസ് എന്താ പറയുക, ടെക്നിക്കൽ ടീം, ദ എൻറ്റയർ ടെക്നീഷ്യൻസ് ബിഹൈൻഡ് ദിസ് ഫിലിം, ദ ആർട്ട് വർക്ക്. ഇതിൽ ബാംഗ്ലൂർ ബേസ്ഡ് ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. അവിടുത്തെ ലൈറ്റിങ്, അവിടുത്തെ ഈ പറഞ്ഞ ഇവരുടെയൊക്കെ കോസ്റ്റ്യൂംസ് എല്ലാം അടിപൊളിയാണ്. ഇതിൽ എനിക്ക് നെഗറ്റീവായിട്ട് പറയാനൊന്നുമില്ല. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഹൃദയപൂർവ്വം ഇത് റിലീസായി. ആൻഡ് ഹൃദയപൂർവ്വം ഈസ് എന്താ പറയുക, ഒരു പക്ക ഫാമിലി ആയിട്ട് നമുക്ക് പോയി എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും പോയി കാണാൻ പറ്റിയ ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു പോസിറ്റീവ് വൈബ്സ് തരുന്നൊരു മൂവിയാണ്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഇത് നിങ്ങൾ തിയേറ്ററിൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് ലോക എന്ന് പറയുന്നത്. രണ്ടും കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റില്ല, കാരണം രണ്ട് ജാണറാണ്. പക്ഷേ ഈ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു ഔട്ട്പുട്ടുണ്ട്. അത് നമ്മൾ ആ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. മറ്റേ സിനിമ നമുക്ക് ഇതേ കണക്ക് ഓണത്തിന് ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. രണ്ടും നല്ല സിനിമയാണ്. ഇതിൻ്റെ ക്യാൻവാസ് വലുതാണ്. അപ്പോൾ ഇനി എനിക്ക് ഈ സിനിമ ഒന്നും കൂടി PXL സ്ക്രീനിൽ ഒന്നും കൂടി കാണണം എന്നുണ്ട്. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, ആർക്കും നിരാശപ്പെടത്തില്ല. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനൊരു സംഭവം വരുമ്പോൾ നമ്മളെല്ലാവരുമാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പം എല്ലാവരും പോയി കണ്ട് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ അവർ അടുത്ത പാർട്ട് കുറച്ചും കൂടി വലിയ ക്യാൻവാസിൽ വരുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ലോക ഈസ് എ ഗുഡ് തിയേറ്ററിക്കൽ വാച്ച്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റഫാണ്. എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഫോർ എൻ്റെ ടീം. അതിൻ്റെ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് സിനിമ വർക്കായി. താങ്ക് യു.